35 വർഷമായി ഈ കസേരയിൽ. മിഡിൽ ഈസ്റ്റിൽ ഇത്രയും നീണ്ട ഭരണം വേറൊരാൾക്കില്ല. ഇപ്പോൾ വയസ്സ് 86. സുപ്രീം ലീഡർ ഓഫ് ഇറാൻ എന്നാണ് സ്ഥാനപ്പേര്. പേര് അലി ഹൊസനി ഖമേനി. രാജ്യത്തിന്റെ പാർലമെന്റ്, ജുഡീഷ്യറി, പട്ടാളം എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. പാർലമെന്റും പ്രസിഡന്റുമൊക്കെ വെറുതെ. റവല്യൂഷണറി ഗാർഡ്, ഗാർഡിയൻ കൗൺസിൽ എന്നീ 2 അധികാര കേന്ദ്രങ്ങളുണ്ട്. ഇവരെ വെച്ചാണ് ഭരണം. 1979-ലാണ് പഹൽ വിഷായെ പുറത്താക്കിയ ഇറാൻ വിപ്ലവം. അന്ന് പ്രസിഡന്റായതാണ്. 1989-ൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ആദ്യ സുപ്രീം ലീഡർ മരിച്ചപ്പോൾ ആ കസേരയിൽ കയറി. ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഇറാൻ ഇറാഖ് യുദ്ധം. യുദ്ധം ജയിച്ചതോടെ മിലിറ്ററി മാനായി. പുരോഹിതനാണെങ്കിലും കമ്പം ഏറ്റുമുട്ടലിലും യുദ്ധത്തിലുമാണ്. എല്ലാം ഇസ്ലാമിക ഭരണത്തിന്റെ പേരിൽ. 6 ജനകീയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചാണ് കസേരയിൽ ഇരിക്കുന്നത്. ശിക്ഷയും വിചാരണയുമെല്ലാം ഇദ്ദേഹത്തിന്റെ വക മാത്രം. ജയിലുകളും മർദ്ദന കേന്ദ്രങ്ങളും രാജ്യത്ത് നിരവധിയാണ്. കണ്ടിരിക്കെ പലരും അപ്രത്യക്ഷരാവും എന്നേക്കുമായി. എപ്പോൾ വേണേലും നാട് കടത്തപ്പെടാം. ഇതൊന്നും പോരാതെ ഹമാസ്, ഹിസ്ബുള്ള, യമൻ ഹൂതികൾ, സിറിയൻ മുൻ ഭരണാധികാരി എന്നിവരെ ചേർത്തി അറബ് ലോകത്ത് ഒരു അക്രമ മുന്നണിയുണ്ടാക്കി. ഇതിൽ ഇനി ബാക്കി ഖമേനി മാത്രം. ഇദ്ദേഹത്തെ അന്വേഷിച്ചാണ് ഈ ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സദാം ഹുസൈന്റെ ഗതിയാവുമെന്ന് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. ചോരയ്ക്ക് ചോരയാണ് ഇക്കൂട്ടരുടെ എല്ലാം മുദ്രാവാക്യം. ജനാഭിലാഷവും ജനാധിപത്യവും പേരിന് മാത്രം.